സവാള ഫലം വന്നിട്ടും അവസാനിക്കാത്ത വിസ്മയങ്ങളാണോ കോൺഗ്രസിൽ? കണക്കിൽ കെസിയും ജനവികാരത്തിൽ VDSഉം. ഇനി അറിയേണ്ടത് ആരുടെ ഹൈക്കമാൻഡ് എന്നാണ്. ആദ്യം നിങ്ങൾ രണ്ടുപേരും ഒരു തീരുമാനത്തിലെത്തി, എന്നിട്ട് അബൂട്ടനെ വിളിക്കുക. ഇവിടെ ജയിച്ച MLA-മാർക്ക് ഒരു ഹാളിൽ യോഗം ചേർന്ന് അവരിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന ആളെ മുഖ്യമന്ത്രിയായിട്ട് തീരുമാനിച്ചാൽ മതി. അതിനുള്ള അറിവോ പ്രാപ്തിയോ ലോകവിവരമോ ഇവിടെയുള്ള MLA-മാർക്ക് ഉള്ളതായിട്ട് ഹൈക്കമാൻഡിലിരിക്കുന്ന ആളുകൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് നിരീക്ഷകരെ അയക്കുന്നു. നിരീക്ഷകർ ഇവരോട് സംസാരിച്ച് ഒരു കടലാസിൽ കുറിച്ചുകൊണ്ട് പോകും. അത് ഡൽഹിയിൽ കൊണ്ടുപോയി മറ്റെന്തൊക്കെയോ ആഭിചാര പ്രവൃത്തികൾ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മുഖ്യമന്ത്രിയെ അങ്ങ് പ്രഖ്യാപിച്ചു കളയാം എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇത് മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിനേക്കാളും സങ്കീർണമായ പ്രക്രിയകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു. അങ്ങനെ ഒരു നടപടിയിലേക്ക് പോകുന്നു. അതേസമയത്ത് ജനങ്ങൾ വളരെയധികം ആകാംക്ഷാഭരിതരാണെന്ന് മാത്രമല്ല അസ്വസ്ഥരുമാണ്. കോൺഗ്രസിന് വോട്ട് ചെയ്തു പോയ ആളുകൾ UDF ജയിച്ചാൽ ഈ LDFന്റെ ദുർഭരണം അവസാനിക്കും. ഇനി പിണറായി വിജയന്റെ മുഖം കണ്ടല്ലോ എന്ന് വിചാരിച്ച് വോട്ട് ചെയ്ത ആളുകൾ വരെ അവരും ഒക്കെ കൊഞ്ഞനം കുത്തുന്ന നടപടിക്രമങ്ങളാണ് ഇവിടെ ഹൈക്കമാൻഡും ലോ കമാൻഡും നോ കമാൻഡും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിനക്കിതൊന്നും പറഞ്ഞിട്ടില്ലേ, നീ കളഞ്ഞിട്ട് പോടേ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അങ്ങേയറ്റം ലജ്ജാകരമായ ഒരു പ്രക്രിയയിൽ കൂടിയാണ് കേരള സംസ്ഥാനം കടന്നുപോകുന്നത്. ശ്രീ K. കരുണാകരൻ ലീഡറായിരുന്ന കാലത്തും അതിനുശേഷം ആന്റണി ലീഡറായിരുന്ന സമയത്തും ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ നമുക്ക് കണ്ട് ഓർമ്മയില്ല. ഇത് പുതിയ ഒരു പ്രക്രിയ. ഇനി എല്ലാം തന്റെ കയ്യിലാ, അതുകൊണ്ട് സൂക്ഷിച്ചു വേണമല്ല. ആളുകളെ എങ്ങനെ വെറുപ്പിക്കാം, ആളുകളെ എങ്ങനെ ഈ വോട്ട് ചെയ്ത ആളുകളെ എങ്ങനെ പഴയ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ ഭേദം, പിണറായി വിജയനായിരുന്നു ഇതുപോലത്തെ കോമാളിത്തരമൊന്നും ഉണ്ടായിരുന്നില്ലോ എന്ന് പറയിപ്പിക്കാം. അതാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ള ഒരേ ഒരു മെച്ചം. പിന്നെ ഓരോ നേതാവും മത്സരിച്ച് ഫ്ലെക്സ് ബോർഡ് വെക്കും, അതിൽ അനുയായികൾ മത്സരിച്ച് കരിയോയിൽ ഒഴുകും. ഇങ്ങനെയുള്ള തമാശകളും ഇപ്പൊ ഈ തവണ കാണാൻ കഴിഞ്ഞു. ഇതൊന്നും മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തമാശകളിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പൊ എന്തായി? ഇതൊന്നും ശരിയാവുന്ന എനിക്കും അഭിപ്രായമില്ല. ഞാനും അതിനെ പിന്താങ്ങുന്നു, എനിക്കും അഭിപ്രായമില്ല. ഇവിടെ ജനപിന്തുണയുള്ള ഒരു നേതാവ്, പണപിന്തുണയുള്ള മറ്റൊരു നേതാവ്. പണമുള്ളവന്റെ കൂടെയാണ് MLA-മാർ നിൽക്കുന്നത്. പക്ഷേ ജനങ്ങൾ നിൽക്കുന്നത് MLA-മാർക്കും ഈ പണമുള്ള നേതാവിനും എതിരായിട്ടാണ്. ഘടകകക്ഷികൾക്ക് ഒരു അഭിപ്രായം, പാർട്ടിക്ക് വേറൊരു അഭിപ്രായം. അപ്പൊ ഇങ്ങനെ നിരവധി പ്രഹേളികൾ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ ആ ഒരു ഗതി എന്ന് പറഞ്ഞത്. എന്തായാലും ഈ വേഷം ഞാൻ തന്നെ ചെയ്യും. എന്ത് പറയണു? സമ്മതിക്കില്ല, ഇത് ഞാൻ സമ്മതിക്കില്ല. ഭൂരിപക്ഷം ഇല്ലാത്ത തമിഴ്നാട്ടിൽ ഭൂരിപക്ഷവുമായി മുഖ്യമന്ത്രിയുമായി, ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിൽ നാളെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. എങ്ങനെയാണ് ഓരോ സംസ്ഥാനത്തും BJPയും അല്ലെ മറ്റ് പാർട്ടികളൊക്കെ ശക്തിപ്പെടുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ജനങ്ങൾ വെറുക്കുന്നത്? എന്തുകൊണ്ടാണ് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഇതിങ്ങനെ 14 രാവ് കഴിഞ്ഞ നിലാവ് പോലെ ശോഷിച്ചു വരുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലുള്ള കോമാളിത്തരമാണ് ഓരോ സ്ഥലത്തും നടക്കുന്നത്. ഇതൊക്കെ ഇനി എന്നാ പഠിക്കാൻ പോണേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലോ വോട്ട് ചെയ്ത ആളുകളുടെ ഇടയിലോ യാതൊരു ജനപിന്തുണയും ഇല്ലാത്ത ഒരു നേതാവിനെ നൂലിൽ കെട്ടിയിറക്കാനുള്ള ശ്രമമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ കോമാളിത്തരമൊക്കെ നടത്തുന്നത്. അയാളുടെ അടുത്ത് നിന്ന് പണം വാങ്ങിയ കുറെ MLA-മാർ സംഗതി വശാൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു. അതുകൊണ്ട് അവരെല്ലാവരും ഇദ്ദേഹത്തിന് വേണ്ടി കൈവക്കും. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പറ്റണമല്ലോ. ആളുകൾ വെറും വിഡ്ഢികളൊന്നും അല്ലല്ലോ. അപ്പൊ ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഘടകകക്ഷികൾക്ക് പോലും ദുർഗന്ധം കൊണ്ട് മൂക്ക് പൊത്തുന്ന അവസ്ഥയിലെത്തി. മുസ്ലിം ലീഗിന്റെ കേരള കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാർ ഈ കാര്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ കോൺഗ്രസ്സുകാർക്ക് മാത്രം ഒന്നും ഒരു പ്രശ്നമില്ല. എത്ര നാറിയാലും കുഴപ്പമില്ല. അവർക്ക് ഈ നാറ്റം സുഗന്ധമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഞങ്ങളുടെ പാർട്ടി ഇതുവരെ ഒരു ലക്ഷ്യബോധമില്ലാതെ മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴൊരു ലക്ഷ്യമായി. തീർച്ചയായും കോൺഗ്രസിന്റെ തീരുമാനമാണ്, അവരാണ് തീരുമാനം എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ ഈ പറയുന്ന ജയിച്ച ആ 63 പേര് KC വേണുഗോപാൽ, നിലവിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം അത് ഡൽഹിയാണ്. അവിടെ നിന്ന് കേരളത്തിലേക്ക് അദ്ദേഹം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് MLA-മാർ. എല്ലാവരും നിശബ്ദരായിരിക്കുക, എനിക്കൊരു ചിന്തനം വരുന്നുണ്ട്. ഇവിടെ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കേരളത്തിലെ ഇപ്പം ഈ വൻ വിജയത്തിൻ്റെ തുടർന്ന് അവർക്കാർക്കെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകണമെന്നൊരു ആഗ്രഹം ഉണ്ടായാൽ അത് നടക്കുമോ ഇല്ലയോ? തീർച്ചയായിട്ടും നടന്നിരിക്കും. എന്ത് ഭ്രാന്താണ് ഇയാൾ പറയുന്നത്? രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നില്ല. പ്രിയങ്ക ഗാന്ധി, അപ്പൊ രാഹുൽ ഗാന്ധി ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. അവര് കേരളത്തിലെ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് അല്ല, കേരള സംസ്ഥാനത്ത് കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്കാർക്ക് മാത്രമേ കേരളത്തിൽ MLA ആകാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർക്ക് കേരളത്തിൽ മുഖ്യമന്ത്രി ആകാൻ പറ്റുള്ളൂ. പൊന്നെ ഉദാഹരണല്ലേ പറയണേ? എന്ത് വിട്ടിത്തരം പറയാൻ നിങ്ങൾക്ക്? ഞാനൊരു ഉദാഹരണം പറഞ്ഞു വന്നതാണ്. ഞാൻ പറഞ്ഞ്
എത്ര ഉദാഹരണം വേണേ പറയാം. പറയുമ്പോ ശരിയായ ഞാനൊന്ന് ഉദാഹരണം സംസാരിച്ചു പറയണ്ടേ? വരട്ടെ, ഞാനൊന്ന് സംസാരിച്ചു വരട്ടെ. താങ്കൾ ശരിയായ ഉദാഹരണം പറയണ്ടേ? ഞാനിത് മുഴുവൻ കാണുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിടിപ്പുകേട് തന്നെയാണ്. എനിക്ക് പറയുന്നതിൽ യാതൊരു മടിയില്ല. അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. സതീശൻ കുറച്ച് വാശിയുള്ള ഒരാളാണ്, അങ്ങനെ വിട്ടുകൊടുക്കുന്ന സ്വഭാവക്കാരനല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ പറ്റിയിട്ട് നല്ല മതിപ്പുള്ള ഒരാളാണ്, വ്യക്തിത്വം. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ അപമാനിച്ചു വിട്ടു എന്ന് പറയണമെങ്കിൽ അദ്ദേഹം നിൽക്കൂല. പക്ഷേ ഈ കാര്യക്രം പ്രായോജക് ഞാനായിരിക്കും. എന്നാൽ ഇവിടെ ഒരു ചോരപ്പുഴ ഒഴുകും. പക്ഷെ ഇനി തിരിച്ച് നമ്മുടെ രണ്ടാം ഭാഗം ഗെയിം ആരംഭിക്കാൻ പോകുന്നുള്ളൂ. കഹാനി അഭി ബാക്കി ഹേ. എന്താണ് ബാക്കി? ഞാൻ പറഞ്ഞുതരാം. മന്ത്രിമാർ. അതായത് ഇനി മന്ത്രിമാരെടുക്കണം. ഈ മന്ത്രിമാരെടുക്കുമ്പോ ഈ വേണുവിന്റെ കൂടെ നിന്നിട്ടുള്ള ആൾക്കാർ എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. ഈ കോൺഗ്രസ് സ്വഭാവം അങ്ങനെയാണല്ലോ, മനസ്സിലായില്ലേ? നിർഭാഗ്യവശാൽ. അപ്പോൾ എന്ത് പറ്റും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ മന്ത്രിസ്ഥാനമൊന്നും കിട്ടാത്ത ആൾക്കാരൊക്കെ ഇവരൊക്കെ കൂടെ സതീശനിലോട്ട് ഗ്രാവിറ്റേറ്റ് ചെയ്തിട്ട് കേരളത്തിലെ പുതിയ, അതായത് സതീശന്റെ കാലഘട്ടത്തിലും രമേശിന്റെ കാലഘട്ടത്തിലും ഗ്രൂപ്പിസം ഇല്ലാതായതാണ് കോൺഗ്രസ്സിൽ. ഇപ്പൊ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പിടിപ്പില്ലായ്മ കൊണ്ട് കേരളത്തിൽ ശക്തമായ 3 ഗ്രൂപ്പ് ഉണ്ടാവുന്നു. ഞാൻ തീർത്തും പറഞ്ഞുതരാം, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാൽ ഈ 3 പേരും ഷൈൻ ചെയ്യും. പക്ഷെ ഇതിന്റെ പ്രക്രിയ നടത്തിയ കോൺഗ്രസ് ഹൈക്കമാൻഡ്, മനസ്സിലായി? ഇനി ആരും അത് വേണുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ കോക്കസ്, മനസ്സിലായില്ലേ? കോക്കസ് എന്നൊരു വാക്കുണ്ട് ഇതിന്റെ ഹൈക്കമാൻഡ്. അങ്ങനെ പാടില്ലല്ലോ. പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇന്ദിരാഗാന്ധിയുടെ മാതിരി അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ മാതിരി ഒരു തീരുമാനം എടുത്തുകൂടെ? ആ തീരുമാനം എടുക്കുന്നതിന് പകരമായിട്ട് ഇതെല്ലാം റോട്ടിൽ വലിച്ചഴിച്ച്, പിന്നെ വേറെ കാര്യം, ഇടുക്കി DCC പറയുന്നു എന്തെന്ന് നടപടി എടുക്കുന്നു. കോൺഗ്രസ് നടപടിയെടുത്ത് നമുക്കറിയാം, വിപ്പ് ലംഘിച്ച സുധീരനല്ലേ പിന്നീട് KPCC പ്രസിഡന്റ് ആയത്. മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. ഇനി കാര്യങ്ങളൊക്കെ ഡൽഹിയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുമ്പോൾ ഖാർഗെ, രാഹുൽ ഗാന്ധിക്കപ്പുറം ആ ചിത്രത്തിൽ ഒരു ത്രയമുണ്ട്. അതിൽ KC വേണുഗോപാൽ കൂടിയുണ്ട്. അപ്പോൾ ഒരു ഫെയർനെസിന്റെ ഒരു പ്രശ്നമുണ്ട് അവിടെ. അവര് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഞങ്ങൾ സർവാത്മന അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നിന്ന് തിരിച്ചു വന്ന് ആർക്കും ഒരു തകരാറുണ്ടാവില്ല. പക്ഷെ എന്തിനു വേണ്ടി MLA-മാരെ വിളിച്ചുകൂട്ടി ഇങ്ങനെ ഒരു കോമാളിത്തരം കാണിച്ചു എന്നല്ലേ നമുക്ക് സംശയമുള്ളൂ. അപ്പൊ നമ്മൾ ഒരു നടക്ക് പോവില്ലല്ലേ? അപ്പൊ കാര്യങ്ങളൊക്കെ സുതാര്യ സുന്ദരമായിട്ടാണ് നടക്കുന്നത്. ബഹുമാനപ്പെട്ട MLA-മാരുടെ ഇടയിൽ മഹാനായ KC വേണുഗോപാലിനാണ് വമ്പിച്ച ഭൂരിപക്ഷം. MLA-മാരുടെ അഭിപ്രായമാണ് പ്രധാനം. അതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ അരിയിട്ട് വാഴിച്ചു എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ കിലിക്ക് കുത്ത് അഥവാ പൊറാട്ട് നാടകം നടത്തുന്നത്. സതീശൻ ഈ 5 കൊല്ലം വെയിലും കൊണ്ട് പിണറായി വിജയനെ എതിർക്കുന്ന തിരക്കിലാണ്. അദ്ദേഹം കുത്തിലും കോമയിലും സെമിക്കോളലിലും ഒക്കെ പിണറായിയെ എതിർക്കുന്നതിനിടയ്ക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ മറന്നു. ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ പോലെ കരുണാകരനും ആന്റണിയൊക്കെ പണ്ടുണ്ടാക്കിയ ഒരു ഗ്രൂപ്പ് ശക്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ അത് വെച്ച് വില പേശാൻ പറ്റും. വളരെ വേണ്ടപ്പെട്ട പയ്യനാണ് അവൻ. ഞാനവന്റെ പേര് പറയട്ടെ, രമേശ്. സതീഷ് 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 അങ്ങനെയല്ലേ സറങ്ങനോട് പറഞ്ഞത്? എങ്കിൽ സതീഷ്. ഇവിടെ പറ്റിയെന്ന് വെച്ചാൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ച, പ്രത്യേകിച്ചും പുതുതായിട്ട് വന്ന സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് KC വേണുഗോപാലാണ്. എന്ന് മാത്രമല്ല, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആവശ്യത്തിന് ഫണ്ട് വേണമല്ലോ. കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ തോറ്റുപോയിട്ട് ഒരു കാരണം ഫണ്ട് ആവശ്യത്തിന് ഇല്ലായിരുന്നു എന്നുള്ളത്. അന്ന് നമ്മുടെ ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവ്. മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു ആദർശധീരനായ കോൺഗ്രസ്സുകാരനായിരുന്നു KPCC പ്രസിഡന്റ്. ഫണ്ട് ഉണ്ടാക്കി. ഇത്തവണ അങ്ങനെയല്ല, ഫണ്ട് ഉണ്ടാക്കി. നമ്മൾ കരുതിയ പോലെ ചില്ലറക്കാരനല്ലവൻ. ഇനി നമ്മൾ കൂടുതൽ കെയർഫുൾ ആകും. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് ചെറുപ്പക്കാരായിട്ട് വന്ന സ്ഥാനാർത്ഥികൾക്കൊക്കെ കാശ് ഇഷ്ടം പോലെ കിട്ടി. അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർ ജയിച്ചു. അപ്പോൾ ഈ പൈസ ആരെങ്കിലും തറവാട്ടിൽ നിന്ന് എടുത്തു കൊടുത്തണോ? അല്ല, അത് തെലങ്കാനയിൽ നിന്നും അതുപോലെ കർണാടകത്തിൽ നിന്നും വന്നാണ്. അതുണ്ട്. അപ്പൊ ഇങ്ങനെ പല ഘടകങ്ങൾ വെച്ചിട്ടാണ് ഈ യുവ MLA-മാർ, പ്രത്യേകിച്ച് ആദ്യമായിട്ട് ജയിച്ചവർ, ഇദ്ദേഹത്തെ പിന്തുണച്ചു. പിന്നെ പഴയ A ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ നാമാവശേഷമായി. അതിൽപ്പെട്ട ആളുകൾ KC വേണുഗോപാലിനെയാണ് പിന്തുണയ്ക്കുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ ആങ്ങളെ ചത്താലും പറ്റില്ല, നാത്തൂൻ്റെ കണ്ണീര് കാണും എന്ന കാര്യത്തിൽ നിർബന്ധമുണ്ട്. അപ്പോൾ നാത്തൂനെ കരയിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. അപ്പോൾ നാത്തൂനെ കരയിപ്പിക്കാൻ ഒറ്റ മാർഗമുള്ളൂ, ആങ്ങളെ ചത്താൽ മതി. അങ്ങനെ ആങ്ങളെ കൊല്ലാനായിട്ട് A ഗ്രൂപ്പുകാർ തീരുമാനിക്കും. അതാണ് മറ്റൊരു രംഗം. ഇതൊക്കെ കോൺഗ്രസ് പാർട്ടിയിൽ പതിവുള്ളതാണ്. ഗോപി നീ വാ, ഇവന്മാരും കൂടെ നമ്മളെ വീണ്ടും കൊലങ്ങൊളിപ്പിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ കോൺഗ്രസ്സുകാർക്ക് ഒരു ഗുണമുണ്ട്, അവർക്ക് ഈ ചരിത്രമൊന്നും അറിയില്ല, അറിയേണ്ട ആവശ്യവുമില്ല. അവരുടെ വിചാരം അവരുടെ തറവാട്ട് മാത്രം കൊണ്ട് നാട്ടുകാർ വോട്ട് ചെയ്ത് അവർ ജയിപ്പിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് തോന്നിയ വോട്ട് എന്തുകൊണ്ടും ചെയ്യാം എന്ന് അങ്ങനെ ചിന്തിച്ചാണ് ഇതിപ്പോൾ വടക്കേ ഇന്ത്യയിലേക്ക് നോക്കി ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയത്. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? Bing bing